RSSന്റെ 100 വർഷങ്ങൾ പോരാട്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലം കൂടിയായിരുന്നു. അതിൽ രാജ്യത്തിന്റെ വിഭജനം മുതൽ അടിയന്തരാവസ്ഥ വരെയുള്ള കാലഘട്ടങ്ങളുണ്ട്. ജീവനും ജീവിതവും നൽകി പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ ആയിരങ്ങൾ രാജ്യത്തൊട്ടാകെയുണ്ട്. അക്കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത വ്യക്തിത്വമാണ് RSS അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖ ആയിരുന്ന പാണ്ഡുരംഗ് ക്ഷീരസാഗറിൻ്റേത്. നാഗ്പൂരിലെ RSS കാര്യാലയത്തിലെത്തിയാൽ നമുക്ക് ഇവിടുത്തെ കുറേയധികം കെട്ടിടങ്ങൾ, RSSുമായി ബന്ധപ്പെട്ട കുറേയധികം സ്ഥലങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. അതിൽ ഒരിക്കലും നമ്മൾ മറക്കരുതാത്ത ഒരു പേരും അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു കെട്ടിടവുമുണ്ട്. ദേ എനിക്ക് പിന്നിൽ കാണുന്ന പാണ്ഡുരംഗ് ഭവൻ എന്നുള്ളത്. ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ പേരുകാരൻ സൃഷ്ടിച്ച വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അതിലേക്ക് പാണ്ഡുരംഗ് ഭവൻ നാഗ്പൂരിലെ രേശിംബാഗിൽ സംഘകാര്യാലയത്തോട് ചേർന്ന് കാണുന്ന ഈ കെട്ടിടത്തിന് ആ പേര് വന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അടിയന്തരാവസ്ഥയും RSS അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്ന പാണ്ഡുരംഗ് ക്ഷീരസാഗറിന്റെ ത്യാഗനിർഭരമായ ജീവിതവുമായും ബന്ധപ്പെട്ടതാണ് അത്. ആ കഥ ഇങ്ങനെ: മനസ്സു മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകളുടെ അടിയന്തരാവസ്ഥക്കാലം. പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും കൊലനിലങ്ങളായി മാറിയ നാളുകൾ. ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ക്രൂരമായി വേട്ടയാടപ്പെട്ടു. അത്തരം നഷ്ടക്കണക്കിൽ വിലമതിക്കാനാകാത്ത ഒന്നാണ് RSS അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്ന പാണ്ഡുരംഗ് ക്ഷീരസാഗറിൻ്റേത്. 1920 ജനുവരി 21 വിദർഭയിലെ ഹിങ്കണിയിലാണ് പാണ്ഡുരംഗന്റെ ജനനം. നാഗ്പൂരിൽ ഉന്നത പഠനത്തിനായി എത്തി പ്രസിദ്ധമായ ഇത്വാരി ശാഖയിലൂടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ സജീവമായി. 3ാം സർസംഘചാലക് ബാലാസാഹിബ് ദേവർസിന്റെ പ്രേരണ ഉൾക്കൊണ്ട് പാണ്ഡുരംഗ് പ്രചാരകായി. തുടർന്ന് പശ്ചിമ ബംഗാളിൽ നിയോഗിക്കപ്പെട്ട അദ്ദേഹം അവിടെ അനേകം ശാഖകൾ തുടങ്ങി. ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്നുള്ള കഠിനാധ്വാനം പാണ്ഡുരംഗിനെ രോഗിയാക്കി. പിന്നാലെ തിരിച്ച് നാഗ്പൂരിൽ എത്തിയ അദ്ദേഹം കാര്യാലയ പ്രമുഖായും പിന്നീട് 1955 അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായും ചുമതലയേറ്റു. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് RSS നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് പാണ്ഡുരംഗനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ദിരയുടെ കരിനിയമത്തിനു മുന്നിൽ തലകുനിക്കില്ലെന്ന് ഉറച്ചതോടെ യാത്ര ജയിലിലേക്കായി. താനെ ജയിലിൽ തടവിലായ പാണ്ഡുരംഗിന് അവിടുത്തെ കാലാവസ്ഥ യോജിക്കാതാവുകയും രോഗം വഷളാവുകയും ചെയ്തു. ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് ജയിൽ മാറ്റാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും നിഷ്കരുണം നിരാകരിക്കപ്പെട്ടു. സമയത്ത് മരുന്നെങ്കിലും നൽകാൻ അഭ്യർത്ഥിച്ചെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തെ നാണിപ്പിക്കും വിധം ഇന്ദിരാ ഭരണകൂടം അതും നിഷേധിച്ചു. മരുന്നും ചികിത്സയുമടക്കം നിഷേധിച്ചുള്ള കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ 1976 സെപ്റ്റംബർ 23 ഇന്ദിരാ ഭരണകൂടം പാണ്ഡുരംഗ് ക്ഷീരസാഗർ എന്ന സമുന്നത സമര പോരാളിയെ ജയിലിനുള്ളിൽ മരണത്തിന് എറിഞ്ഞു നൽകി. ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിലൊന്ന് അവിടെ സംഭവിച്ചു. ഇന്നും നാഗ്പൂരിലെ രേശിംബാഗ് സ്മൃതിയിലെത്തിയാൽ അടിയന്തരാവസ്ഥയിലെ കൊടും ക്രൂരതയുടെ പ്രതീകമായി പാണ്ഡുരംഗ് ഭവൻ കാണാം. സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവിതം ത്യജിച്ച പാണ്ഡുരംഗ് ക്ഷീരസാഗറിന്റെ ഓർമ്മകളും പേറി. ഇതുപോലെ നൂറുകണക്കിന് പാണ്ഡുരംഗ് ക്ഷീരസാഗർമാരുടെ ജീവത്യാഗത്തിലൂടെയാണ് RSS എന്ന മഹാപ്രസ്ഥാനം ഈ 100ാം വയസ്സിലോട് അടുക്കുന്നത്. ഈ ഘട്ടത്തിൽ കടന്നു വന്ന വഴികളിൽ സംഘടനയ്ക്കായി ജീവത്യാഗം ചെയ്ത ഓരോരുത്തരെയും സ്മരിക്കാം. ടീം ജനം, നാഗ്പൂർ.